ആ ജിതിൻ ഭാസ്കറിന് വലിയ സ്വീകരണം CPM ഒരുക്കുകയുണ്ടായി. ആ ഒരുക്കിയ സ്വീകരണത്തിൽ ഈ രീതിയിൽ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യവും അതോടൊപ്പം തന്നെ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്ന പ്രകടനമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഈ പറയുന്ന വോയിസ് റെക്കോർഡ് ഉൾപ്പെടെ അതോടൊപ്പം തന്നെ അതൊന്നും ശരിയല്ല എന്ന തരത്തിലേക്ക് ഈ അന്വേഷണ സംഘം ചിലർ അങ്ങോട്ട് വിളിച്ച് ജിതിൻ തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന തരത്തിലേക്ക് സമീപനം സ്വീകരിക്കുന്നുണ്ട്. നമസ്കാരം. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മുഖ്യപ്രതിയായിട്ടുള്ള ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ദുൽഖിഫിലാണ് ഇത്തരത്തിൽ വടകര റൂറൽ SP മെറിൻ ജോസഫിന് പരാതി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ജിതിൻ ഭാസ്കർ ജാമ്യത്തിൽ ഇറങ്ങിയത്. ഇതിന് പിന്നാലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദുൽഖിഫിൽ ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. വടകര SP-ക്ക് കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം പോലീസിന്റെ നേതൃത്വത്തിലുള്ള SIT കണ്ടെത്തിയ പ്രതി ജിതിൻ ഭാസ്കർ, ആ ജിതിൻ ഭാസ്കറിന് വലിയ സ്വീകരണം CPM ഒരുക്കുകയുണ്ടായി. ആ ഒരുക്കിയ സ്വീകരണത്തിൽ ഈ രീതിയിൽ പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യവും അതോടൊപ്പം തന്നെ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്ന പ്രകടനമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെ വലിയൊരു സംഘർഷത്തിന് സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ പ്രവർത്തകരും ഈ പ്രതിയും പെരുമാറുന്നതാണ് പിന്നീട് കണ്ടത്. CPM-ന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടിയും ആശീർവാദത്തോടും കൂടിയാണ് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയ പ്രതി SIT-യെ വെല്ലുവിളിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെ നവമാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്യുകയും ഇത് ഷെയർ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ SIT തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരണമെന്നും ഈ പറയുന്ന വാട്സപ്പ് വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്ന് പറയാൻ സാധ്യതയുള്ള സാക്ഷികളെ അവരെ പേരെടുത്തുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപനമാണ് പ്രതിയുടെ ഭാഗത്തുണ്ടായത്. അതുമാത്രമല്ല, പ്രതി അതിലൂടെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനല്ല ഇത് ചെയ്തത്, ഇതിൻ്റെ പിറകിൽ മറ്റാരൊക്കെയോ ഉണ്ട് എന്നുള്ളതാണ്. അതുതന്നെയാണ് CPM ഭയപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പ്രതിയുടെ വോയിസ് പുറത്തേക്ക് വരികയാണ്. ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വോയിസിലൂടെ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ഞാനല്ല അത് നിർമ്മിച്ചത് എന്ന് പ്രതി പറയുമ്പോൾ SIT-യുടെ മുമ്പിലേക്കാണ്, അല്ലെങ്കിൽ SIT-യുടെ നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവത്തിലെടുത്ത് പ്രതിയുടെ ജാമ്യം റദ്ദ് ചെയ്ത് ഈ അന്വേഷണം കൃത്യമായി ആരാണ് ഇത് നിർമ്മിച്ചത്, ഇതാരാണ് ഇത് പ്രചരിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ ചില പ്രതികളെ പോലീസ് മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യാതെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ ഇപ്പോൾ സംശയപ്പെടുന്നുണ്ട്. ഇതുവരെ റിബേഷ് രാമകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുകയോ അദ്ദേഹത്തെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയോ പോലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ തരത്തിലെ പ്രവർത്തനങ്ങൾക്ക് പോലീസ് നേതൃത്വം കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ ചില സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കൂടാതെ ഇത് CPM-ന്റെ നേതൃത്വത്തിൻ്റെ അറിവില്ലാതെ ഈ പ്രതികളൊന്നും ഇത്തരത്തിലുള്ള വെല്ലുവിളികളും അതോടൊപ്പം തന്നെ പോലീസിനെതിരായിട്ടുള്ള നിലപാടുകളും സ്വീകരിക്കില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇത് അതേപോലെയുള്ളതല്ല. നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി, നാട്ടിൽ വലിയ രീതിയിൽ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി, ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരനെ വർഗീയവാദിയാക്കി അവൻ്റെ എല്ലാ മനുഷ്യാവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഈ നിർമ്മിച്ചവർ തന്നെ പരാതി കൊടുക്കുക, നിർമ്മിച്ചവർ തന്നെ പ്രചരണം നടത്തുക, നിർമ്മിച്ചവർ തന്നെ ഈ പ്രതികളെ സംരക്ഷിക്കുക, നിർമ്മിച്ചവരെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
പ്രതി ചേർക്കപ്പെടുക, അത്തരത്തിലെ വിചിത്രമായ ഒരു കേസായി കാഫിർ സ്ക്രീൻഷോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. CPM ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്, CPM ആണ് ഇത് പ്രചരിച്ചിരിക്കുന്നത്, CPM ആണ് ഇതിനെതിരായി പരാതി കൊടുത്തിരിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നത്. അത് CPM-ലെത്തിയിരിക്കുകയാണ്. പക്ഷേ ഇത് നിർമ്മിച്ചതും ഇത് പ്രചരിപ്പിച്ചതും ഇതിന്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെയും ഇപ്പോഴും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പ്രതിയുടെ നിലവിലെ പോലീസ് കണ്ടെത്തിയ പ്രതി ഇങ്ങനെ അന്വേഷണ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്ത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളിലേക്ക് എത്തണമെന്ന് ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. ഈ അന്വേഷണ സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥർ ഇത് ചെയ്തത് അല്ലെങ്കിൽ ഈ പറയുന്ന ജിതിൻ ഭാസ്കർ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഈ പറയുന്ന വോയിസ് റെക്കോർഡ് ഉൾപ്പെടെ അതോടൊപ്പം അതൊന്നും ശരിയല്ല എന്ന തരത്തിലേക്ക് ഈ അന്വേഷണ സംഘം ചിലർ അങ്ങോട്ട് വിളിച്ച് ജിതിൻ തന്നെയാണെന്ന് ഉറപ്പിക്കുന്ന തരത്തിലേക്കുള്ള സമീപനം സ്വീകരിക്കുന്നുണ്ട്. അതെന്തിനാണ് ഈ അന്വേഷണ സംഘത്തിലെ ചില ആളുകൾ ആ തരത്തിലേക്ക് സമീപനം സ്വീകരിക്കുന്നത് എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയാണെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ പ്രതിക്കെതിരെ എന്തുകൊണ്ടാണ് ഇപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞു, എന്തുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യാത്തത്? പ്രതിയുടെ വോയിസ് പുറത്തു വന്നിരിക്കുന്നു, പ്രതി ഫേസ്ബുക്കിലൂടെ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ സമയം വരെ SIT ഇവർക്കെതിരെ കേസ് എടുക്കാത്തത് എന്നുള്ളത് ഞങ്ങൾക്ക് സംശയം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് പോലീസ് സ്വീകരിക്കണം. ഇദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യാനുള്ള നടപടികൾ SIT സ്വീകരിക്കണം, പ്രോസിക്യൂഷൻ സ്വീകരിക്കണം. ഈ വിഷയത്തിൽ ഇതിൻ്റെ ഗൂഢാലോചനയിൽ പിന്നിലുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നവരെ ഞങ്ങളുടെ പോരാട്ടം തുടരും.